എവരിവൺ, അഞ്ജു മിസ് ആണ്. നമ്മളുടെ 8ാം ക്ലാസ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഓരോ ചോദ്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആൻസർ താഴെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തി എഴുതുക. കിലോമീറ്റർ, കിലോഗ്രാം, മില്ലിമീറ്റർ, സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മളുടെ കിലോമീറ്റർ ആയാലും മില്ലിമീറ്റർ ആയാലും സെന്റിമീറ്റേഴ്സ് ആയാലും ഇവർ ഏതിന്റെ യൂണിറ്റാ? ഇവർ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്, നീളത്തിന്റെ യൂണിറ്റ് ആണ്. എന്നാൽ കിലോഗ്രാം ആണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. കാരണം കിലോഗ്രാം എന്ന് പറയുന്നത് മാത്രം മാസിന്റെ യൂണിറ്റ് ആണ്. എന്തിന്റെ മാസ് ആണ്? യൂണിറ്റ് ഓഫ് മാസ് ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ. Arrange them in the ascending order of their values. Okay, മാസിന്റെ വിവിധ യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതാനാ പറഞ്ഞത്. അപ്പൊ ആരോഹണ ക്രമം, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാണ് വേണ്ടത്. അപ്പം തന്നിരിക്കുന്ന യൂണിറ്റുകൾ നോക്കാം. കിലോഗ്രാം, മില്ലിഗ്രാം, ക്വിന്റൽ, ഗ്രാം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ചെറുത് ആരാണ്? ഏറ്റവും ചെറുത് മില്ലിഗ്രാം ആണ്. മില്ലിഗ്രാം ആണ് ഏറ്റവും ചെറുത് വരിക. പിന്നെ ആര് വരും? അത് കഴിഞ്ഞ് തൊട്ട് മുകളിൽ വരെ ഗ്രാം വരും. ഓക്കെ, പിന്നെ ആര് വരും? കിലോഗ്രാം വരും. kg എന്ന് എഴുതാട്ടോ മിസ്, ഷോർട്ട് ആക്കിയിട്ട് കിലോഗ്രാം വരും. പിന്നെ ആര് വരും? ക്വിന്റൽ വരും. ക്വിന്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു ക്വിന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോഗ്രാം ആണെന്നുള്ളതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ ആണല്ലോ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. How many seconds are there in a day? ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട്? വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1 day എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 24 hours ഉണ്ടെന്ന് നമുക്കറിയാം. 24 മണിക്കൂറുണ്ട് ഒരു ദിവസത്തിൽ. ഓക്കെ, ഈ 24 മണിക്കൂറിന് ആദ്യം നമ്മൾ മിനിറ്റിലേക്ക് മാറ്റണം. ഓരോ മണിക്കൂറിലും ഓരോ ഹവറിലും എത്ര മിനിറ്റുകൾ ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട് നമുക്ക് അറിയാലോ. 60 മിനിറ്റ് ഉണ്ട് ഓരോ ഹവറിലും. അതുപോലെ തന്നെ ഓരോ മിനിറ്റിലും എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ് ഉണ്ട് എന്നും നമുക്കറിയാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 24നെ ആദ്യം മണിക്കൂറിലേക്ക് ആക്കുകയാണ്. 24നെ മണിക്കൂറിന് മിനിറ്റിലേക്ക് ആക്കുകയാണ്. അപ്പൊ ഇൻറ്റു 60 ചെയ്തു. എന്നിട്ട് ഇതിനെ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പം വീണ്ടും ഒരു 60 ചെയ്യുക. അപ്പം 86,400 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും സെക്കൻഡ്സ് ആണ് ഒരു ദിവസത്തിലുള്ളത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, സമയത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. തിക്നെസ് ഓഫ് പേപ്പർ കാണാനുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ്? ഓക്കെ, യെസ്, തിക്നെസ് ഓഫ് പേപ്പറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. A bundle of 100 sheets of paper has a thickness of 1 centimeter. Find the thickness of one sheet. 100 കടലാസ് ഷീറ്റുകളുടെ ഒരു കെട്ടിന്റെ കനം 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഒരു ഷീറ്റിന്റെ കനം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പേപ്പർ കെട്ടിന്റെ കനം കാണാൻ, തിക്നെസ് ഓഫ് എ പേപ്പർ കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക്. പേപ്പർ സ്റ്റോക്കിന്റെ തിക്നെസ് ആദ്യം കാണണം. ഇതാണ് നമ്മളുടെ പേപ്പർ സ്റ്റോക്ക്. ഓക്കെ, ഈ പേപ്പർ സ്റ്റോക്കിന്റെ തിക്നെസ് നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എത്ര പേപ്പറുകൾ ഉണ്ട്? നമ്പർ ഓഫ് പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ തിക്നെസ് ഓഫ് പേപ്പർ സ്റ്റോക്ക് എത്രയാണ്? തിക്നെസ് എത്രയാ തന്നിരിക്കുന്നത്? തിക്നെസ് ഓഫ് പേപ്പർ സ്റ്റോക്ക് എത്രയാ തന്നിരിക്കുന്നത് നോക്കിയേ. എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, നോക്കാം. 1 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എത്ര നമ്പർ ഓഫ് പേപ്പേഴ്സ്? എത്ര പേപ്പേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് പേപ്പേഴ്സ് എന്ന് പറയുമ്പം എത്ര ഉണ്ട്? 100 ഉണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് തിക്നെസ് ഓഫ് 1 ഷീറ്റ് ആണ് നമ്മൾ കാണേണ്ടത്. തിക്നെസ് ഓഫ് 1 ഷീറ്റ് നമുക്ക് എങ്ങനെ കാണാം? സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം പഠിച്ചാലോ, ഒരു പേപ്പറിന്റെ കനം കാണാനുള്ള ഇക്വേഷൻ തിക്നെസ് ഓഫ് പേപ്പർ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ എന്ത് വരും? നമ്പർ ഓഫ് പേപ്പേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, നമ്പർ ഓഫ് പേപ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? തിക്നെസ് ഓഫ് പേപ്പർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/100 ചെയ്താൽ മതി. എന്ത് വരും? 1/100 ചെയ്താൽ 0.01 സെന്റിമീറ്ററിന് വരും. ഓക്കെ,
0.01 സെന്റിമീറ്റർ എന്ന് വരും. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് മോർ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 7 മണിക്കാണ് മാരത്തോൺ. അപ്പൊ കറക്റ്റ് എല്ലാവരും മാരത്തോണിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം തരാം. ഇവിടെ തിക്നെസ് ഓഫ് പേപ്പർ സ്റ്റോക്ക് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു ഷീറ്റ് പേപ്പറിന്റെ തിക്നെസ് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ മക്കളെ മറക്കണ്ട, ഇന്ന് ഈവനിങ് ഉള്ള മാരത്തോണിൽ അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.